പത്തനംതിട്ടയിൽ വീണ്ടും നിക്ഷേപ തട്ടിപ്പ്. പുല്ലാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന G&G ഫിനാൻസ് 300 കോടി രൂപ നിക്ഷേപകരിൽ നിന്ന് തട്ടിയെടുത്തെന്ന് പരാതി. സ്ഥാപനത്തിനെതിരെ പരാതി ഉയർന്നതോടെ ഉടമകൾ മുങ്ങി. വിവിധ ജില്ലകളിലെ സ്ഥാപനത്തിന്റെ 48 ശാഖകളും അടച്ചുപൂട്ടി. റിപ്പോർട്ടോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. 80-ലധികം കേസുകളാണ് G&G ഫിനാൻസ് ഉടമകൾക്കെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി 300 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നു എന്നാണ് നിക്ഷേപകർ പറയുന്നത്. നിക്ഷേപം ചോദിച്ചെത്തിയ പലർക്കും പണം ലഭിക്കാതായതോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. ആദ്യം മൊബൈൽ ഫോണിൽ ഉടമകളെ ലഭിക്കാതെയായി. പിന്നീട് ഉടമകളായ 4 പേരും ഒളിവിൽ പോവുകയായിരുന്നു. തെള്ളൂർ സ്വദേശികളായ ഗോപാലകൃഷ്ണൻ നായർ, ഭാര്യ സിന്ധു, മകൻ ഗോവിന്ദ്, മരുമകൾ ലേഖാലക്ഷ്മി എന്നിവരാണ് നാടുവിട്ടത്. അവര് 10 ലക്ഷം രൂപ ഇട്ടിട്ടുണ്ട്. അച്ഛൻ്റെതും അമ്മയുടെയും എൻ്റേതുമായിട്ടാണ് ആ പൈസ അടക്കുന്നത്. കഴിഞ്ഞ മാസം വരെ അതിൻ്റെ ഇൻട്രസ്റ്റ് അച്ഛന് ലഭിച്ചിരുന്നു. പിന്നെ മെച്ചുവറായ പൈസ കിട്ടാനുണ്ട്. അത് ഫണ്ട് വരുമ്പം തരാമെന്ന് പറഞ്ഞതല്ലാതെ ഇതുവരെയും തന്നിട്ടില്ല. എൻ്റെ അച്ഛനും അമ്മയും അതിൻ്റെ ഇൻട്രസ്റ്റ് കൊണ്ടാണ് കഴിഞ്ഞു പോകുന്നത്. 50 വർഷത്തിലധികം പ്രവർത്തന പാരമ്പര്യമുള്ള മറ്റൊരു ധനകാര്യ സ്ഥാപനത്തിന്റെ പിന്തുടർച്ച അവകാശപ്പെട്ടായിരുന്നു G&G ഫിനാൻസിന്റെ പ്രവർത്തനം. നിക്ഷേപകരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രതികൾക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. കൈരളി ന്യൂസ്, പത്തനംതിട്ട.